മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലപ്പെടുത്തലിൽ കേരളത്തിന്റെ തടസ്സ മനോഭാവത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് തമിഴ്നാട്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ വീഴ്ചകൾ നിരത്തിയാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. അതേസമയം അണക്കെട്ടിൽ 5 അംഗ ഉപസമിതി പരിശോധന നടത്തി കുമളിയിലെ മുല്ലപ്പെരിയാർ ഓഫീസിൽ യോഗം ചേർന്ന സ്ഥിതിഗതികളും വിലയിരുത്തി. സുരക്ഷയ്ക്കായി ബേബി ഡാമിന്റെയും എർത്ത് ഡാമിന്റെയും അറ്റകുറ്റപ്പണികൾ നടത്താനും പ്രധാന അണക്കെട്ടിന്റെ ഗ്രൗട്ടിംഗ് നടത്താനും കേരളം സഹകരിച്ചില്ലെന്ന് തമിഴ്നാട് ആരോപിക്കുന്നു. ജലനിരപ്പ് 142 അടി ഉയർത്താനും തുടർന്ന് അണക്കെട്ട് ബലപ്പെടുത്തി ജലനിരപ്പ് 152 അടിയാക്കാനും അനുമതി നൽകിയ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിൽ കേരള സർക്കാർ തടസ്സം നിൽക്കുന്നതായും പരാതിയുണ്ട്. അതേസമയം 5 അംഗ ഉപസമിതി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇന്നലെ പരിശോധന നടത്തി. കേന്ദ്ര ജലകമ്മീഷൻ ദക്ഷിണമേഖലാ ഡയറക്ടർ ഗിരിധരൻ അധ്യക്ഷനായ സമിതിയിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും 2 പ്രതിനിധികൾ വീതമാണുള്ളത്. ശക്തമായ മഴയിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ജലനിരപ്പ് 10 അടിയിലധികം ഉയർന്നതോടെയാണ് അണക്കെട്ടിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സമിതി തീരുമാനിച്ചത്. ഇടുക്കി വിഷൻ, കുമളി.